Hi, good morning. Welcome to our new class. Probable electronic transitions. Electrons in molecule are filled up in molecular orbitals in the increasing order of energy. So, the lowest energy electronic transition caused by absorption of radiation by a molecule would be from its highest occupied molecular orbital HOMO to its lowest unoccupied molecular orbital, that is LUMO. എന്ന് വെച്ചാൽ എന്താ, മോളിക്യൂളിലെ മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. അതായത് ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് അതിലെ മോളിക്കുലാർ ഓർബിറ്റൽസിൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. അപ്പോൾ ഒരു മോളിക്യൂള് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ട്രാൻസിഷൻ നടക്കും. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കും. മോളിക്യൂള് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പം ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കും. അപ്പോൾ ഇവിടെയുള്ള ലോവസ്റ്റ് എനർജി ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഹോമോയിൽ നിന്നും ലൂമോയിലേക്കുള്ള ട്രാൻസിഷനാണ് ലോവസ്റ്റ് എനർജി ഇലക്ട്രോണിക് ട്രാൻസിഷൻ. ഹോമോ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ലൂമോ എന്ന് പറയുന്നത് ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ഈ ഹോമോയിൽ നിന്നും ലൂമോയിലേക്കുള്ള ട്രാൻസിഷനാണ് ലോവസ്റ്റ് എനർജി ഇലക്ട്രോണിക് ട്രാൻസിഷൻ. വെൻ എ മോളിക്യൂൾ അബ്സോർബ് റേഡിയേഷൻ, അതൊരു മോളിക്യൂള് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ നടക്കാവുന്ന ലോവസ്റ്റ് എനർജി ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഹോമോയിൽ നിന്നും ലൂമോയിലേക്കുള്ള ട്രാൻസിഷനാണ്. ഹോമോ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ലൂമോ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഹോമോ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ലൂമോ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഹോമോ ഹൈ എനർജി എമോങ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഹോമോ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒക്കുപ്പൈഡ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്കുലാർ ഓർബിറ്റലിൽ ഹൈ എനർജി ഉണ്ടാവുന്നത് ആർക്കാണ്? ഹോമോയിനാണ് ഹൈ എനർജി ഉണ്ടാകുന്നത്. ദെൻ ലൂമോ ലോ എനർജി എമോങ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. അൺഒക്കുപ്പൈഡായ മോളിക്കുലാർ ഓർബിറ്റലിൽ വെച്ച് നോക്കുമ്പം ലോവസ്റ്റ് എനർജി ഉള്ളത് ആർക്കാണ്? ഈ ലൂമോനാണ് ലോവസ്റ്റ് എനർജി ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറഞ്ഞത്. സോ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റൽസിൽ വെച്ച് നോക്കും, അതായത് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലിൽ ഹൈ എനർജി ഉണ്ടാകുന്നത് ഹോമോനാണ്. അതുകൊണ്ടാണ് അതിനെ ഹൈ എനർജി എമോങ് ഇതിന് ഹയസ്റ്റ് മോളിക്കുലാർ ഓർബിറ്റൽ, ഹയസ്റ്റ് എനർജി ഉള്ള മോളിക്കുലാർ ഓർബിറ്റൽ എന്തിനെ പറയുന്നത്. ഹോമോയെയും ലൂമോയെയും കമ്പയർ ചെയ്യുമ്പം ലൂമോനാണ് എനർജി കൂടുതലാണ്. അതുകൊണ്ടാണ് ഹോമോയിൽ നിന്നും ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകുന്നത്? ലൂമോയിലേക്ക് പോകുന്നത്. ഓക്കെ, ഹോമോയും ലൂമോയും കമ്പയർ ചെയ്യുമ്പം ലൂമോനാണ് കൂടുതൽ എനർജി. അതുകൊണ്ടാണ് ഹോമോയിൽ നിന്നാണ് ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോകുന്നത്? ലൂമോയിലേക്ക് പോകുന്നത്. ഹോമോ ടു ലൂമോ ട്രാൻസിഷനാണ് ഇവിടെ പോസിബിൾ. ഇവിടെ H2ൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ എന്താണ്? സിഗ്മ 1s. ദെൻ ആൻറ്റി ബോണ്ടിങ് സിഗ്മ മോളിക്കുലാർ ഓർബിറ്റലാണ് സിഗ്മ 1s. സിഗ്മ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ് സിഗ്മ സ്റ്റാർ 1s കൊണ്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹോമോ ഏതാണ്? സിഗ്മ 1s ആണ് ഇവിടുത്തെ ഹോമോ. എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്ത മോളിക്കുലാർ ഓർബിറ്റലിൽ ഹൈ എനർജി ഉള്ളത് സിഗ്മ 1sനാണ്. ദെൻ ഇവിടെ അൺഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഒരു മോളിക്കുലാർ ഓർബിറ്റലല്ലേ ഉള്ളൂ. അപ്പോൾ സിഗ്മ സ്റ്റാർ 1s ആണ് ഇവിടുത്തെ ലൂമോ. ഇനി Li2ൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ എന്താണ്? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. അപ്പോൾ ഇലക്ട്രോൺ ഉള്ള മോളിക്കുലാർ ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ഏതാണ്? അതായത് ഒക്കുപ്പൈ ചെയ്ത മോളിക്കുലാർ ഇലക്ട്രോൺസ് ഉള്ള മോളിക്കുലാർ ഓർബിറ്റലിൽ ഹൈ എനർജി ഉള്ളത് ആർക്കാണ്? സിഗ്മ 2sനാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്?
ഹോമോ എന്ന് പറയുന്നത്, ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇനി വേക്കൻ്റ് ആയ മോളിക്കുലാർ ഓർബിറ്റൽസ് നോക്കൂ. വേക്കൻ്റ് ആയ മോളിക്കുലാർ ഓർബിറ്റൽസ് ആകെ സിഗ്മ സ്റ്റാർ 2s അല്ലേ. ഇനിയും ഉണ്ടാകും മോളിക്കുലാർ ഓർബിറ്റൽസ്, ഇനിയും അങ്ങോട്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് വേക്കൻ്റ് ആയ മോളിക്കുലാർ ഓർബിറ്റൽസിൽ എനർജി ഏറ്റവും കുറഞ്ഞ മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് സിഗ്മ സ്റ്റാർ 2s ആയിരിക്കും. സോ ഇനി ഇതിൻ്റെ മുന്നിലും ഇത് കഴിഞ്ഞാലും എന്തുണ്ട്, ഒരുപാട് മോളിക്കുലാർ വേക്കൻ്റ് ആയ മോളിക്കുലാർ ഓർബിറ്റൽസ് കിടക്കുകയാണ്. ഇവിടെ ഫില്ല് ചെയ്യുന്നത് എത്രയേ ഉള്ളൂ. ഇവിടെ സിഗ്മ 1sലും സിഗ്മ സ്റ്റാർ 1sലും സിഗ്മ 2sൽ ഫില്ല് ചെയ്യാൻ ഭാഗത്തുള്ള ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ടും ഒരുപാട് അൺഒക്കുപ്പൈഡായ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്. സോ ഇവിടെ അൺഒക്കുപ്പൈഡായ മോളിക്കുലാർ ഓർബിറ്റൽസിൽ എനർജി ഏറ്റവും കുറവ് ആർക്കായിരിക്കും, സിഗ്മ സ്റ്റാർ 2sലായിരിക്കും. സോ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുന്നത് ഹോമോയിൽ നിന്നും ലൂമോയിലേക്കായിരിക്കും. സിഗ്മ 2sൽ നിന്നും സിഗ്മ സ്റ്റാർ 2sലേക്കായിരിക്കും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ. മോളിക്യൂള് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പം ഇലക്ട്രോൺസ് പോകുന്നത് സിഗ്മ 2sൽ നിന്നും സിഗ്മ സ്റ്റാർ 2sലേക്കാണ്. അതുകൊണ്ടാണ് സിഗ്മ 2sനെ ഹോമോ എന്നും സിഗ്മ സ്റ്റാർ 2sനെ ലൂമോ എന്നും പറയുന്നത്. അതായത് ഒക്കുപ്പൈ ചെയ്ത മോളിക്കുലർ ഓർബിറ്റലിൽ ഹൈ എനർജി ആർക്കാണ്, സിഗ്മ 2sനാണ്. അതുകൊണ്ട് അതിനെ ഹോമോ എന്ന് പറയുന്നു. അൺഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽസിൽ കുറച്ച് എനർജി ഉള്ളത് ലൂമോനാണ്. അതുകൊണ്ട് അതിനെ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നു. ലോവസ്റ്റ് എനർജിയുള്ള അൺഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നു. ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ്. എന്താണ് ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ്? ദ ഹോമോ ആൻഡ് ലൂമോ ആർ കലക്റ്റീവ്ലി റെഫേർഡ് ടു ആസ് ദി ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ്. ഹോമോയെയും ലൂമോയെയും ഒരുമിച്ച് പറയുന്നതാണ് ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു മോളിക്യൂള് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ എന്തുണ്ടാവാം, ഇലക്ട്രോണിക് ട്രാൻസിഷൻ അവിടെ നടക്കാം. അത് നടക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും, ഹോമോയിൽ നിന്നും ലൂമോയിലേക്കായിരിക്കും ഇവിടെ ഇലക്ട്രോൺസ് പോകുന്നത്. ഹോമോയിൽ ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് പോവുക, ലൂമോയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ലോവസ്റ്റ് എനർജി ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഹോമോയിൽ നിന്നും ലൂമോയിലേക്കുള്ളതായിരിക്കും. എന്താണ് ഹോമോ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ലൂമോ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. അതായത് ഒക്കുപ്പൈ ചെയ്ത മോളിക്കുലാർ ഓർബിറ്റലിൽ ഹൈ എനർജി ഉള്ളത് ഹോമോന്, അൺഒക്കുപ്പൈഡായ മോളിക്കുലാർ ഓർബിറ്റൽസിൽ ലോ എനർജി ഉള്ളത് ലൂമോന്. അപ്പോൾ ഹോമോയും ലൂമോയും കമ്പയർ ചെയ്യുമ്പോൾ ഹൈ എനർജി ആർക്കാണ്, ലൂമോനാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോൺസ് ഹോമോയിൽ നിന്ന് ലൂമോയിലേക്ക് പോകുന്നത്. ദെൻ പ്രോബബിൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസിലേക്ക് പോവുകയാണ്. Generally, in most of the inorganic and organic molecules, the HOMO happens to be a bonding, that is sigma or pi, or non-bonding molecular orbital, whereas the LUMO is an anti-bonding molecular orbital, that is sigma star or pi star. In other words, an electronic transition by absorption of UV or visible radiation generally involves excitation of an electron from a bonding or non-bonding molecular orbital into one of the anti-bonding molecular orbitals. Thus, 6 kinds of transitions are possible, and these are given below in the decreasing order of energy excitation. അതായത് ജനറലി പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഓർഗാനിക് അതുപോലെ ഇനോർഗാനിക് മോളിക്യൂൾസിലും ഈ ഹോമോ എന്ന് പറയുന്നത് അതൊരു ബോണ്ടിങ് അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലായിരിക്കും. ഹോമോ ബോണ്ടിങ്ങോ നോൺ ബോണ്ടിങ്ങോ ആയ മോളിക്കുലാർ ഓർബിറ്റലായിരിക്കും. എന്ന് വെച്ചാൽ സിഗ്മ ഓർബിറ്റലാവാം, അത് അല്ലെങ്കിൽ പൈ അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലായിരിക്കും എന്ത്, ഹോമോ. ലൂമോ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആയിരിക്കും. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ സിഗ്മ സ്റ്റാർ അല്ലെങ്കിൽ പൈ സ്റ്റാർ. In other words, an electronic transition by absorption of UV or visible radiation generally involves excitation of an electron from a bonding or non-bonding molecular orbital into one of the anti-bonding molecular orbitals, that is sigma star or pi star. അത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ UV അല്ലെങ്കിൽ വിസിബിൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പം ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമല്ലോ. ആ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ജനറലി എന്തായിരിക്കും, എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും, ബോണ്ടിങ് മോളിക്കുലാർ അല്ലെങ്കിൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ നിന്നും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിലേക്കായിരിക്കും ട്രാൻസിഷൻ എന്ന് പറയുന്നത്.
അതായത് നമ്മൾ പറഞ്ഞു ജനറലി മോസ്റ്റ് ഓഫ് ദി ഓർഗാനിക് ഇനോർഗാനിക് മോളിക്യൂളിലും ഇവിടെ എക്സെപ്ഷൻസ് ഉണ്ട്. O2 അതുപോലെ തന്നെ F2 ഒക്കെ എന്താണ് എക്സെപ്ഷൻ കേസാണ്. അപ്പോൾ ഇവിടെയൊന്നും എന്തല്ല ഹോമോ എപ്പോൾ ബോണ്ടിങ്ങും അതുപോലെ ലൂമോ എന്ന് പറയുന്നത് ആൻറ്റി ബോണ്ടിങ്ങും ആയിരിക്കില്ല. എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അപ്പോൾ എക്സെപ്ഷൻസ് നമ്മൾ നോക്കാതെ ജനറലി മോസ്റ്റ് ഓഫ് ദി ഓർഗാനിക് ഇനോർഗാനിക് മോളിക്യൂളിലും ഹോമോ എന്ന് പറയുന്നത് എന്താണ് ബോണ്ടിങ്ങോ നോൺ ബോണ്ടിങ്ങോ മോളിക്കുലർ ഓർബിറ്റലായിരിക്കും. ലൂമോ എന്ന് പറയുന്നത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലായിരിക്കും. അപ്പോൾ ബോണ്ടിങ് ഓർ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ സിഗ്മ അല്ലെങ്കിൽ പൈ മോളിക്കുലർ ഓർബിറ്റൽ. അവിടെ നിന്നും ലൂമോ എന്ന് പറയുന്നത് ആൻറ്റി ബോണ്ടിങ്ങും ആയിരിക്കും. ആൻറ്റി ബോണ്ടിങ് എന്ന് പറയുമ്പോൾ സിഗ്മ സ്റ്റാർ ഓർ പൈ സ്റ്റാർ. അപ്പോൾ ഹോമോ ഒരു ബോണ്ടിങ്ങോ അല്ലെങ്കിൽ നോൺ ബോണ്ടിങ്ങോ ആയിരിക്കും. ലൂമോ എന്ന് പറയുന്നത് ആൻറ്റി ബോണ്ടിങ്ങും ആയിരിക്കും. എന്ന് വെച്ചാൽ UV അല്ലെങ്കിൽ വിസിബിൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ബോണ്ടിങ് അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ നിന്നും ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലേക്കാണ് പോകുന്നത്. അതായത് UV അല്ലെങ്കിൽ വിസിബിൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കും. ആ ട്രാൻസിഷൻസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ബോണ്ടിങ് എന്ന് വെച്ചാൽ സിഗ്മ അല്ലെങ്കിൽ പൈ ബോണ്ടിങ്, സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ നിന്നോ എങ്ങോട്ടേക്കായിരിക്കും ട്രാൻസിഷൻ? ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലേക്കായിരിക്കും ട്രാൻസിഷൻ. എന്ന് വെച്ചാൽ സിഗ്മ സ്റ്റാർ അല്ലെങ്കിൽ പൈ സ്റ്റാർ. അതായത് ബോണ്ടിങ്ങോ നോൺ ബോണ്ടിങ്ങോ മോളിക്കുലർ ഓർബിറ്റിൽ നിന്നും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലായിരിക്കും ട്രാൻസിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 6 കൈൻഡ്സ് ഓഫ് ട്രാൻസിഷൻസ് എന്താണ് പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ എനർജി ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഇവിടെ തന്നിരിക്കുന്നത് 6 കൈൻഡ്സ് ഓഫ് പോസിബിൾ ട്രാൻസിഷൻസ്. സോ ഫസ്റ്റ് എന്താണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ. അപ്പോൾ ഹയസ്റ്റ് എനർജി ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ്. then sigma to pi star, then pi to sigma star, then n to sigma star, then pi to pi star, then n to pi star. ഇവിടെ സിഗ്മ ടു പൈ സ്റ്റാർ എന്നും പൈ ടു സിഗ്മ സ്റ്റാറിൻ്റെ ഇടയിൽ ഒരു സിമ്പിൾ ഉണ്ട്. ദിസ് ഇൻഡിക്കേറ്റ്സ്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിഗ്മ ടു പൈ സ്റ്റാറും പൈ ടു സിഗ്മ സ്റ്റാറും അപ്രോക്സിമേറ്റ് എന്താണ് ഈക്വൽ എനർജിയുള്ള ട്രാൻസിഷൻസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിമ്പിൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സിഗ്മ പൈ എൻ പൈ സ്റ്റാർ സിഗ്മ സ്റ്റാർ. ദാറ്റ് ഈസ് സിഗ്മ എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ടിങ്, പൈ ബോണ്ടിങ് നെക്സ്റ്റ്, ദെൻ എൻ എന്ന് പറയുന്നത് നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, അത് കഴിഞ്ഞിട്ട് പൈ സ്റ്റാർ എന്ന് വെച്ചാൽ പൈ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലാണ്. ദെൻ സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞത് സിഗ്മ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. പൈ സ്റ്റാർ എന്ന് പറഞ്ഞത് പൈ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. സിഗ്മ സ്റ്റാർ സിഗ്മ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പോൾ UV അല്ലെങ്കിൽ വിസിബിൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പം ഇവിടെ എന്ത് സംഭവിക്കാം? ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഉണ്ടാകാം. അങ്ങനെയുള്ള 6 കൈൻഡ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ളത് ട്രാൻസിഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് എന്താ ഇവിടെ നിങ്ങൾ നോക്കൂ, സിഗ്മയിൽ നിന്നും സിഗ്മ സ്റ്റാറിലേക്കുള്ള ട്രാൻസിഷൻ. ദെൻ അത് കഴിഞ്ഞാൽ സിഗ്മ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ, ദെൻ പൈ ടു സിഗ്മ സ്റ്റാർ, ദെൻ എൻ ടു സിഗ്മ സ്റ്റാർ, ദെൻ പൈ ടു പൈ സ്റ്റാർ, ദെൻ എൻ ടു പൈ സ്റ്റാർ. അപ്പോൾ ഇവിടെ സിഗ്മ ടു പൈ സ്റ്റാറിൻ്റെയും പൈ ടു സിഗ്മ സ്റ്റാറിൻ്റെയും ആ എനർജി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സൈൻ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 6 കൈൻഡ്സ് ഓഫ് ട്രാൻസിഷൻസ് that is probable by the absorption of UV or visible radiation. UV അല്ലെങ്കിൽ വിസിബിൾ റേഡിയേഷൻ ഒരു മോളിക്യൂൾ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ നടക്കാവുന്ന പോസിബിൾ ആയിട്ടുള്ള 6 കൈൻഡ്സ് ഓഫ് ട്രാൻസിഷൻ, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു മോളിക്യൂളിലെ മോളിക്കുലർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നടക്കാവുന്ന ലോവസ്റ്റ് എനർജി ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഹോമോയിൽ നിന്നും ലൂമോയിലേക്കുള്ള ട്രാൻസിഷൻസ് ആയിരിക്കും. അതായത് ഒരു മോളിക്യൂള് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ നടക്കാവുന്ന ലോവസ്റ്റ് എനർജി ഇലക്ട്രോണിക് ട്രാൻസിഷൻ അത് ഹോമോയിൽ നിന്നും ലൂമോയിലേക്കുള്ള ട്രാൻസിഷൻ ആയിരിക്കും. അപ്പോൾ ഹോമോ എന്ന് പറഞ്ഞത് എന്താണ്? ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ലൂമോ എന്ന് പറയുന്നത് ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പോൾ ഹോമോ ഹൈ എനർജിയാണ് എന്ന് വെച്ചാൽ ഒക്കുപ്പൈഡ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റലിൽ ഹൈ എനർജി ഹോമോനാണ്. ദെൻ വാക്കൻ്റ് ആയ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവുമല്ലോ, അതിൽ
അതിൽ ലോ എനർജി ആർക്കാണ് അതിൽ ലോ എനർജി ഉള്ളത് ലൂമോനാണ്. അതുകൊണ്ടാണ് അതിനെ ലോ എനർജി എമോങ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ദാറ്റ് ഈസ് ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോമോ ഏതാണ്? സിഗ്മ 1s ആണ്. ദെൻ ലൂമോ എന്ന് പറയുന്നത് സിഗ്മ സ്റ്റാർ 1s ആണ്. അപ്പോൾ ഇവിടെ ഈ മോളിക്യൂള് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? സിഗ്മ 1s നിന്നും സിഗ്മ സ്റ്റാർ 1sലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഹോമോയിൽ നിന്നും ലൂമോയിലേക്കായിരിക്കും ട്രാൻസിഷൻ നടക്കുന്നത്. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ ഒക്കുപ്പൈ ചെയ്ത മോളിക്കുലർ ഓർബിറ്റലിൽ ഹൈ എനർജി സിഗ്മ 2s അതുകൊണ്ട് അതിനെ ഹോമോ. ദെൻ വാക്കൻ്റ് ആയ മോളിക്കുലർ ഓർബിറ്റലിൽ ലോ എനർജി ഉള്ളത് സിഗ്മ സ്റ്റാർ 2s അതുകൊണ്ട് അതിനെ ലൂമോ. അപ്പോൾ ഇവിടെ ഒരു റേഡിയേഷൻ യുവി വിസിബിൾ റീജിയനിൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസിഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? സിഗ്മ 2s നിന്നും സിഗ്മ സ്റ്റാർ 2sലേക്കായിരിക്കും. ഹോമോ ടു ലൂമോ ആയിരിക്കും ട്രാൻസിഷൻ. ദെൻ ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഹോമോനെയും ലൂമോനെയും കലക്റ്റീവ്ലി പറയുന്നതാണ് ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ്. ഹോമോ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ലൂമോ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ദെൻ നമ്മൾ പറഞ്ഞത് പ്രോബബിൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ്. ഇവിടെ 6 കൈൻഡ്സ് ഓഫ് പ്രോബബിൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു ഹോമോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ ബോണ്ടിങ്ങോ നോൺ ബോണ്ടിങ്ങോ ആയിരിക്കും ഹോമോ. ലൂമോ എന്ന് പറഞ്ഞത് ആൻറ്റി ബോണ്ടിങ്ങോ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ അത് ജനറലി എല്ലാ മോസ്റ്റ് ഓഫ് ദി ഇനോർഗാനിക് മോളിക്യൂൾസിന് അങ്ങനെ തന്നെയാണ്. ഹോമോ ബോണ്ടിങ്ങോ ഓർ നോൺ ബോണ്ടിങ് ആയിരിക്കും. ലൂമോ എന്ന് പറയുന്നത് ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും. ബോണ്ടിങ് ഓർ നോൺ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ സിഗ്മ അല്ലെങ്കിൽ പൈ മോളിക്കുലർ ഓർബിറ്റൽ, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ദെൻ അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ഇതായിരിക്കും ഹോമോ. ലൂമോ എന്ന് പറഞ്ഞത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഏതൊക്കെയാണ് ആൻറ്റി ബോണ്ടിങ്? സിഗ്മ സ്റ്റാർ, പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. പക്ഷേ ഇവിടെ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. F2O2 ഇത് ഹോമോ ഒരിക്കലും ഹോമോ ബോണ്ടിങ്ങും ലൂമോ ആൻറ്റി ബോണ്ടിങ്ങും അല്ല. എക്സെപ്ഷണൽ കേസ് ഉണ്ടെങ്കിൽ കൂടി മോസ്റ്റ് ഓഫ് ദി ഇനോർഗാനിക് മോളിക്യൂൾസിലും ഹോമോ എന്ന് പറഞ്ഞത് ബോണ്ടിങ് ഓർ നോൺ ബോണ്ടിങ് ആയിരിക്കും. ലൂമോ എന്ന് പറഞ്ഞത് ആൻറ്റി ബോണ്ടിങ്ങും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മോളിക്യൂള് UV ഓർ വിസിബിൾ റീജിയനിൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പം സംഭവിക്കാവുന്ന പ്രോബബിൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. 6 കൈൻഡ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇവിടെ പ്രോബബിൾ ആണ്. അതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ, ദെൻ സിഗ്മ ടു പൈ സ്റ്റാർ, പൈ ടു സിഗ്മ സ്റ്റാർ, N ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, N ടു പൈ സ്റ്റാർ. അപ്പോൾ ഈ ഇത്രയും ആണ് 6 കൈൻഡ്സ് ഓഫ് ട്രാൻസിഷൻസ് ആർ പോസിബിൾ ആൻഡ് ദീസ് ആർ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എനർജി ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ നമ്മൾ ഈ ട്രാൻസിഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മ പൈ N പൈ സ്റ്റാർ സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞ ഓർഡറിൽ കൊടുത്തിരിക്കുന്നത് മോളിക്കുലർ എനർജി ലെവൽസ് ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള ട്രാൻസിഷൻസ് 6 കൈൻഡ്സ് ഓഫ് ട്രാൻസിഷൻസ് പോസിബിൾ ഇവിടെ തന്നിട്ടുണ്ട്. സോ താങ്ക് യു.